ജെഎസ്എസിന്റെ സ്വത്തുവകകളെ സംബന്ധിച്ച് രാജൻ ബാബു നൽകിയ കേസുകളിലൊന്ന് തള്ളി. നന്ദൻകോട്ടെ കെ.ആർ. ഗൗരിയമ്മ നവതി സ്മാരകത്തിന്റെ അവകാശം സംബന്ധിച്ച് തിരുവനന്തപുരം ആർ.ഡി.ഒ കോടതിയിൽ രാജൻ ബാബു നൽകിയ കേസാണ് തള്ളിയത്. ഇതോടെ നന്ദൻകോട്ടെ സ്വത്തുക്കളുടെ അവകാശം കെ.ആർ. ഗൗരിയമ്മയ്ക്ക് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം നന്ദൻകോട്ടുള്ള കെ.ആർ. ഗൗരിയമ്മ നവതി സ്മാരകം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് രാജൻ ബാബു ആർ.ഡി.ഒ കോടതിയിൽ നൽകിയ കേസാണ് തള്ളിയത്. ഇരുഭാഗവും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിനാൽ കെട്ടിടവും സ്ഥലവും സർക്കാർ ഏറ്റെടുക്കണമെന്നായിരുന്നു ആവശ്യം. ക്രിമിനൽ നടപടിച്ചട്ടം CRPC 145A പ്രകാരമായിരുന്നു കേസ്. ഭരണസ്വാധീനം ഉപയോഗിച്ച് ജെഎസ്എസിന്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാമെന്നുള്ള രാജൻ ബാബുവിന്റെയും കൂട്ടരുടെയും വ്യാമോഹമാണ് ഇതിലൂടെ പൊലിഞ്ഞിരിക്കുന്നത്. സ്വത്തുവകളെ സംബന്ധിച്ച് അവകാശവാദം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ഇരുവിഭാഗത്തോടും കോടതി ആവശ്യപ്പെട്ടിരുന്നു. വസ്തുവിന്റെ പ്രമാണവും കൈവശാവകാശ രേഖയും അടക്കം 13ഓളം രേഖകൾ ഗൗരിയമ്മ വിഭാഗം ഹാജരാക്കി. എന്നാൽ രാജൻ ബാബുവിന് ഇത് സംബന്ധിച്ച് യാതൊരു രേഖകളും നൽകാനായിരുന്നില്ല. ജെഎസ്എസ് ഗൗരിയമ്മ വിഭാഗത്തിലേക്കുള്ള മടങ്ങിവരവിനായി രാജൻ ബാബു കഴിഞ്ഞ ദിവസം കെ.ആർ. ഗൗരിയമ്മയുമായി ചർച്ച നടത്തിയിരുന്നു. കേസുകൾ പിൻവലിക്കണമെന്നായിരുന്നു ഗൗരിയമ്മ മുന്നോട്ടുവെച്ച പ്രധാന ആവശ്യം. CPM ജെഎസ്എസ് ലയനത്തിനും വിഘാതമായി നിന്നത് സ്വത്തുതർക്കം സംബന്ധിച്ച കേസുകൾ തന്നെയായിരുന്നു. സ്വത്തുവകളെ സംബന്ധിച്ച് മറ്റൊരു സിവിൽ കേസ് ആലപ്പുഴ കോടതിയിലും വാദം കേൾക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട്. ശരണ്യ ശ്രീഹജൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.